ഹലോ, ഇന്നിതാ ഒരു സാധനം എത്തിയിട്ടുണ്ട്. ഇതാ മിനി മോപ്പാണ്. കാണിച്ചു തരാം. ഇതാണ് സാധനം. അപ്പോൾ ഇതാ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നോക്കാൻ. ഇതാ ഇതിനിവിടെ ഒരു ചുവപ്പ് ബട്ടൺ അല്ല, ഇതാ ഹോളുണ്ട്. ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതാ മോപ്പ് റെഡി. കണ്ടോ? ഇതാ ഇങ്ങനെ തുടയ്ക്കാൻ പറ്റും. ഇതാ കണ്ടോ? പിന്നെ ചില്ലൊക്കെ തുടയ്ക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ചില്ലിൻ്റെ ജനലിൻ്റെ കോർണറിലൊക്കെ ഇങ്ങനെ ചളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റും. പിന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് തുടയ്ക്കണമെങ്കിൽ ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെള്ളം പോകും. പിന്നെ അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതവിടെ കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം തുടയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? നല്ല ക്ലിയറിൽ പോകുന്നില്ലേ? അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും ആക്കണ്ട. ഇതാ ആ വെള്ളമൊക്കെ പോയിട്ട് അവിടെ ഒന്നും വെള്ളമില്ല, അതൊക്കെ ഇത് വലിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ വെള്ളം കൂടുതൽ വെള്ളമാവുകയാണെങ്കിലാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കിയാൽ ആ വെള്ളമൊക്കെ ഇതാ കണ്ടോ ഇങ്ങനെ പോയി. അപ്പോൾ ഇതാ നമ്മളെ സ്റ്റൗവിൻ്റെ അവിടെ ഒന്ന് തുടച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോർണറിലൊക്കെ നല്ല വൃത്തിക്ക് തുടയ്ക്കാൻ പറ്റുന്നത്, കാരണം ഈ എഡ്ജ് എല്ലാ കോർണറിലേക്കും എത്തിപ്പെടും. അപ്പോൾ നല്ല വൃത്തിയാവുന്നുണ്ട് തുടച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ സാധനം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് കക്കടത്തിന് മുന്നേ കിട്ടുകയാണെങ്കിൽ ജനലൊക്കെ തുറക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരില്ല, കാരണം എല്ലാ കോർണറിലും എത്തും. പിന്നെ ടി വി സ്റ്റാൻഡിൻ്റെ ടിവിൻ്റെ ഗ്ലാസ് അവിടെ ഇല്ലേ, പിന്നെ താഴെ സ്റ്റാൻഡിൻ്റെ ഇടയിലൊക്കെ പൊടികളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ തുടയ്ക്കാൻ പറ്റിയൊരു സാധനം കേട്ടത്. ഒരു ചെറിയൊരു മോപ്പാണ്. പിന്നെ അടുക്കളയിൽ കാര്യമായിട്ട് അടുക്കളയിലെ മേശ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പിന്നെ മേശ ഇതാണ് കെട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് അത് തുടയ്ക്കാനൊക്കെ സാധാ മേശയാണ്. അതൊക്കെ തുടയ്ക്കാൻ മാർബിൾ ഇട്ടതൊക്കെ അല്ല ടൈലിട്ട മേശയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തുടയ്ക്കാൻ ഇത് നല്ല ഒന്നാം തരം സാധനമാണ്. കാരണം ഇവിടെ തന്നെ കണ്ടില്ല, വെള്ളം ഒഴിച്ചിട്ട് എടുത്തപ്പോഴേക്കും നല്ല ക്ലിയറായിട്ട് കിട്ടി. വേറെ എവിടെയും വെള്ളം ഒന്നും തൂവിയിട്ടൊന്നുമില്ല, ഫുള്ള് ഇതിലേക്ക് ഈ സ്പോഞ്ചിലേക്ക് വലിഞ്ഞ് നിന്ന്. പിന്നെ ഇത് പിന്നെ ഒന്നാമത് ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ തുടയ്ക്കുക. ഇതൊക്കെ ഇപ്പം ഞങ്ങൾ കർക്കിടക മാസം ആയതുകൊണ്ട് ഇത് തുടച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ തുടച്ച് കാണിക്കുകയും ഇതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങളെല്ലാം പഴയ തുണി ഉപയോഗിച്ചിട്ടാണ് ജനലും വാതിലും ഒക്കെ ക്ലിയർ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഷീറ്റിൻ്റെ അടികളൊക്കെ ടേബിളിൻ്റെ അടികളോ ഇതൊക്കെ ഞങ്ങൾ തുണി വെച്ചിട്ടാണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ പൊടികളുള്ളതല്ല, പൊടികൾ എന്നല്ല, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കോർണറൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട്, ഇനിയിപ്പോൾ സാധാരണ ഉപയോഗിക്കുമല്ലോ, ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ വില 243 തോന്നുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം ഇത് നല്ല ഒരു ഉപകരണമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യമായിട്ട് മേശ തുടയ്ക്കാൻ, അടുക്കളയിലെ മേശ, നമ്മളെ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാൻ നല്ലതാണിത്. പിന്നെ മറ്റേ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകില്ല നമുക്ക് വെള്ളം എടുക്കുമ്പോൾ. പിന്നെ എടുത്താലും കുറച്ച് വെള്ളം അവിടെ ഉണ്ടാവും. മറ്റേ ചെറിയ മോപ്പ് പോലത്തത് വാങ്ങിച്ചാൽ, അത് ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ നടുവിൽ ഉള്ള വെള്ളം ഒന്നും പോകില്ല. ഇതിനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇത് ഇപ്പം നല്ല സാധനമാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഒരു സ്ഥലത്ത് തൂക്കിയിടുകയും ചെയ്യാമല്ലോ, ഒരു ആണുണ്ടെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാം. പിന്നെ സ്ഥലം മുടക്കി ഒന്നുമില്ല. ഇത് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇത് മോപ്പാണെന്ന് കണ്ടാൽ അറിയില്ല കേട്ടോ. അങ്ങനെ ഇത് കഴുകി ഇതിപ്പോൾ ഞാൻ അവിടെ തുടച്ചപ്പം, ഗ്യാസിൻ്റെ അവിടെ തുടച്ചപ്പോൾ ഇതാ ഇതൊക്കെ ആയിട്ടുണ്ട്, കറീൻ്റെ ഇതൊക്കെ ആയിട്ടുണ്ട്. അത് ഞാൻ അത് തുടച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആക്കിയതായിരുന്നു കേട്ടോ. പിന്നെ ഇത് നല്ല വൃത്തിക്ക് കഴുകുകയും ചെയ്യാം, അതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ നമ്മൾ തുണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഊരുകയും ചെയ്യാം. പിന്നെ ഇങ്ങനെ ആറിയിടൊക്കെ വേണ്ടേ, ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ സ്പോഞ്ചിന് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഊരി വേറെ മാറ്റിയിടാം കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ. ഏതായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഉപകരണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. കാര്യമായിട്ട് മേശ തുറയ്ക്കാനും അടുക്കളയിൽ മേശ തുറയ്ക്കാനൊക്കെ. അപ്പോൾ ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.